1991 ജൂലൈ 22 അമേരിക്കയിലെ വിസ്കോൺസിൻ സ്റ്റേറ്റിലുള്ള മിൽവാക്കി നഗരം. സമയം രാത്രി 11 മണി കഴിഞ്ഞ് 25 തങ്ങളുടെ ബീറ്റ് പെട്രോൾ വാഹനത്തിൽ നഗരത്തിലെ 25th ആൻഡ് കിൽബോണിന്റെ കോർണർ ചുറ്റി വന്ന മിൽവാക്കി പോലീസ് ഓഫീസർമാരായ റൗത്ത് മില്ലർ എന്നിവരുടെ മുന്നിലേക്ക് ട്രേസി എഡ്വേർഡ്സ് എന്നൊരു ചെറുപ്പക്കാരൻ ഓടിക്കിതച്ചു വന്ന് ചാടി വീഴുന്നു. അയാളുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലത്തെ കയ്യിൽ ഒരു ഹാൻഡ് കഫ് ബന്ധിച്ചിരുന്നു. തൊട്ടടുത്ത് എവിടെയോ ഉള്ളൊരു അപ്പാർട്ട്മെന്റിനുള്ളിൽ പൂട്ടിയിട്ട് ഒരു യുവാവ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. ഏറെ നേരം ആ അപ്പാർട്ട്മെന്റിൽ ബന്ദിയായി കഴിഞ്ഞ ശേഷം എപ്പോഴോ ഈ വ്യക്തിയുടെ കണ്ണ് തെറ്റിയപ്പോൾ ഇറങ്ങി ഓടിയതാണത്രേ അയാൾ. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പോലീസിന് വിശ്വാസയോഗ്യമായി തോന്നിയില്ല എങ്കിലും കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കുറ്റാന്വേഷണ സംഘം ട്രേസി എഡ്വേഴ്സിനെയും കൂട്ടി അയാൾ ചൂണ്ടിക്കാണിച്ച അപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലുന്നു. തങ്ങളപ്പോൾ നടന്നു കയറുന്നത് കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബീഭത്സമായ ഒരു സീൻ ഓഫ് ക്രൈമിലേക്കാണ് എന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആ ഫ്ലാറ്റിലെ താമസക്കാരനാണെങ്കിൽ ഈ പോലീസ് സംഘത്തിന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു ആരോപണവും കൊണ്ട് പോലീസ് സംഘം കടന്നു വരികയാണെങ്കിൽ ആർക്കും ഉണ്ടാകാവുന്ന അമ്പരപ്പോ ഭീതിയോ ഒന്നും തന്നെ അയാളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഒരു തെറ്റിദ്ധാരണപ്പുറത്ത് സംഭവിച്ചതാണ് എന്നും താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും അയാൾ ആവർത്തിച്ചു പറഞ്ഞു. കാണാൻ ഒറ്റനോട്ടത്തിൽ വളരെ മാന്യനാണ് എന്ന് തോന്നിച്ചിരുന്ന ആ സൗമ്യനായ യുവാവ് പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കാൻ പോലീസ് ഓഫീസർമാർക്കും ആദ്യം തോന്നിയില്ല. തൽക്കാലത്തേക്ക് അയാൾ പറഞ്ഞതും കേട്ട് മടങ്ങിപ്പോരാൻ തുടങ്ങുമ്പോഴാണ് ആ ഫ്ലാറ്റിൻ്റെ ഇരുണ്ട ചുവരുകളിൽ ഒന്നിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പോളറോയിഡ് ഫോട്ടോഗ്രാഫിലേക്ക് ഈ ഓഫീസർമാരുടെ ശ്രദ്ധ പോകുന്നത്. അടുത്തേക്ക് ചെന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അവർ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ഒന്നല്ല, നിരവധി പോളറോയിഡ് ഫോട്ടോഗ്രാഫുകൾ ആ ചുവരിൻ്റെ അപ്പുറം ഇപ്പുറം ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാം തന്നെ കബന്ധങ്ങളുടെ ഫോട്ടോകളാണ്. കൈകാലുകളും തലയുമെല്ലാം അറുത്തെടുത്ത മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെ ഫ്ലാറ്റിലെ താമസക്കാരനായ ആ യുവാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. Those Polaroid photographs were just the tip of an iceberg. അയാളുടെ ഫ്ലാറ്റിൽ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ തെളിഞ്ഞത് ഏറെ ക്രൂരമായ ഒരു കൊലപാതക പരമ്പരയുടെ വിശദാംശങ്ങളാണ്. ആ ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ പോലീസ് ഓഫീസർമാരുടെ നാസാരന്ധ്രങ്ങളെ ആവേശിച്ച മണത്തിൻ്റെ ഉറവിടം അവർക്ക് ആ വിശദമായ പരിശോധനയിൽ വ്യക്തമായി. ആ ഫ്ലാറ്റിൽ പലയിടത്തായിട്ട് മനുഷ്യ ശരീരങ്ങളുടെ ഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിനുള്ളിൽ തന്നെ 4 തലകൾ, കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മുകളിൽ 2 തലയോട്ടികൾ, കിടപ്പറയുടെ മൂലയ്ക്കലായി സൂക്ഷിച്ചിരുന്ന ഒരു 57 ഗാലൻ ഡ്രമ്മിനുള്ളിൽ ആസിഡിൽ കുതിർത്തു വെച്ച നിലയിൽ വേറെയും ശരീരഭാഗങ്ങൾ. കാനിബലിസത്തിന്റെ തെളിവുകൾ പോലും ആ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് അന്ന് കണ്ടെടുത്തു. ആ ഫ്ലാറ്റിൽ പോലീസ് നടത്തിയ വിശദമായ ഫോറൻസിക് പരിശോധനയിൽ ആകെ 11 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുക്കപ്പെട്ടത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആ യുവാവ് ഏറ്റുപറഞ്ഞത് 11 കൊലപാതകങ്ങളല്ല, 1978 മുതൽക്ക് താൻ പലപ്പോൾ പലയിടങ്ങളിൽ വെച്ച് കൊന്നുതള്ളിയ 17 ഇരകളെക്കുറിച്ചാണ്. ഈ ഒരു കുറ്റസംഭവത്തോടെ മിൽവാക്കി പോലീസിന് മുന്നിൽ വെളിപ്പെട്ടത് സീരിയൽ കില്ലിങ്ങിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായിട്ടുള്ള, ഏറ്റവും സെക്ഷലി ഡീവിയൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വിചിത്രമായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി ഉള്ള കൊലപാതകികളിൽ ഒരാളുടെ മുഖമായിരുന്നു. പേര് ജെഫ്രി ഡാമർ. ഇങ്ങനൊരു പേര് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അത്രമേൽ സുപരിചിതമായിരിക്കും. സീരിയൽ കില്ലർമാരുടെ കൂട്ടത്തിൽ ടെഡ് ബണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പേര് ജെഫ്രി ഡാമറുടേതാണ്. വല്ലാത്തൊരു കഥ ആരംഭിച്ച അന്നു തൊട്ട് തന്നെ പ്രേക്ഷകരിൽ നിന്ന് നിരന്തരം എപ്പിസോഡ് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പേര് കൂടിയാണത്. എന്നാൽ ഇതുവരെ അങ്ങനെ ഒന്നിനും മുതിരാതിരുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. ജെഫ്രി ഡാമർ തൻ്റെ ഇരകളോട് പ്രവർത്തിച്ചിട്ടുള്ള കൊടും ക്രൂരതകളുടെ വളരെ ഗോറിയായിട്ടുള്ള വിശദാംശങ്ങളിലൂടെ കടന്നു പോകുന്നതിലുള്ള പ്രയാസം തന്നെയാണത്. എന്നാൽ ഡാമർ എപ്പിസോഡ് റിക്വസ്റ്റുകൾ വർദ്ധിച്ചു മാത്രം വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്നിനും മുതിരുന്നത് തന്നെയും അയാൾ പ്രവർത്തിച്ചിട്ടുള്ള കൊടിയ ക്രൂരതകളിലേക്ക് നറേറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെയൊരു നരാധമനായിട്ട് മാറിയത്, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. ജെഫ്രി ഡാമർ എന്ന സീരിയൽ കില്ലറിൻ്റെ കുടില പ്രവൃത്തികളെ സൈക്കാട്രിയുടെയും ക്ലിനിക്കൽ സൈക്കോളജിയുടെയും ഒക്കെ ലെൻസിലൂടെ വിശകലന വിധേയമാക്കിക്കൊണ്ടാണ്.
അമേരിക്കയിലെ മിൽവാക്കിയിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ജെഫ്രി ഡാമർ എന്ന പയ്യൻ വളർന്നു വലുതായപ്പോൾ മിൽവാക്കി മോൺസ്റ്റർ എന്ന പേരിൽ ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറായി മാറിയതിൻ്റെ കഥ. ലോക്കൽ പോലീസിന്റെ കെടുകാര്യസ്ഥതയെ മുതലെടുത്തുകൊണ്ട് ജെഫ്രി ഡാമർ നിർബാധം തുടർന്നുപോയ കൊലപാതക പരമ്പരയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അമേരിക്കയിലെ വിസ്കോൺസിൻ സ്റ്റേറ്റിലെ മിൽവാക്കി നഗരത്തിലെ ഇവാഞ്ചലിക്കൽ ഡിക്കോണസ് ഹോസ്പിറ്റലിൽ 1960 മെയ് 21 വൈകിട്ട് 4:34 ലയണൽ ഹെർബർട്ട് ഡാമർ എന്ന അനലിറ്റിക്കൽ കെമിസ്ട്രി മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയുടെയും ജോയ്സ് ആനറ്റ് ഫ്ലിൻറ്റ് എന്ന ടെലിടൈപ്പ് മെഷീൻ ഇൻസ്ട്രക്ടറുടെയും കന്നി സന്താനമായിട്ടാണ് ജെഫ്രി ലൂയിസ് ഡാമർ ജനിക്കുന്നത്. വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ ഒരു ഗർഭമായിരുന്നു അത്. അപസ്മാരബാധയോട് ചേർന്ന് നിൽക്കുന്ന പല ലക്ഷണങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഗർഭകാലത്ത് ആൻറ്റി ഡിപ്രസൻറ്റുകൾ, പ്രൊജസ്റ്ററോൺ, ഹോർമോൺ ഗുളികകൾ, മോർഫിൻ, ഫിനോബാർബിറ്റൽ തുടങ്ങി 27ഓളം മരുന്നുകളാണ് ഒരു ദിവസം അവരെടുത്തിരുന്നത്. പിന്നീട് 2017 ഒരു ടെലിവിഷൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ജെഫ്രി ഡാമറിൻ്റെ അച്ഛൻ ലയണൽ ആരോപിക്കുന്നത് മകൻ ഗർഭാവസ്ഥയിലിരിക്കെ അമ്മയ്ക്ക് ഇങ്ങനെ കഴിക്കേണ്ടി വന്നിട്ടുള്ള ഈ ഹൈഡോസ് മരുന്നുകൾ അവൻ്റെ ഭ്രൂണ വളർച്ചയെ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ്. കുടുംബത്തെക്കാളേറെ പഠിത്തത്തിലും ജോലിയിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഭർത്താവിനോടുള്ള അതൃപ്തിയിൽ പുകഞ്ഞുകൊണ്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ജോയ്സിൻ്റേത്. അവർ തമ്മിൽ നിരന്തരം വഴക്കുകളും നടന്നിരുന്നു. ഈ വഴക്കുകൾ പലപ്പോഴും കയ്യാങ്കളിയിൽ വരെ എത്തി നിന്നിരുന്നു. നിരന്തരമുള്ള ഈ വഴക്കുകൾ കാരണം അവർക്കിടയിലെ ബന്ധത്തിന് സാരമായ ഉലച്ചിലുകൾ തട്ടി. അപ്പോഴേക്കും PhD പഠനം തുടങ്ങിയിരുന്ന ലയണൽ ഭാര്യയുമായിട്ട് വഴക്കിടാതിരിക്കാൻ വേണ്ടി മാത്രം കൂടുതൽ സമയം യൂണിവേഴ്സിറ്റി ലബോറട്ടറിയിലും ലൈബ്രറിയിലുമൊക്കെ ആയിട്ട് ചെലവിടാൻ തുടങ്ങി. നന്നേ ചെറിയ പ്രായം തൊട്ട് തന്നെ ജെഫ്രിയുടെ ഒരു അതിവിചിത്രമായ ഒബ്സഷൻ, ഒരു ഭ്രമം സമപ്രായക്കാരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. മൃഗങ്ങളുടെയും പ്രാണികളുടെയും ഒക്കെ തൊലിക്കുള്ളിൽ എന്താണ് ഉള്ളത് എന്നറിയാനുള്ള അടക്കാനാവാത്തൊരു കുതൂഹലം എന്നും അവനുണ്ടായിരുന്നു. വിശേഷിച്ച് ചത്ത ജന്തുക്കളുടെ അനാട്ടമി എന്താണെന്ന് അറിയാൻ, അവയുടെ ആന്തരികാവയവങ്ങൾ കീറി പുറത്തെടുത്ത് നോക്കാൻ അവന് വല്ലാത്തൊരു ത്വരയുണ്ടായിരുന്നു. ഒരിക്കൽ ഏതോ ഒരു ജീവിയുടെ വിവിസെക്ഷൻ ചെയ്യുന്ന അച്ഛനെ ഒളിച്ചു നിന്ന് കണ്ട അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ കൗതുകമെന്നാണ് പലരും പറയുന്നത്. എല്ലുകൾ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം, ശരീരം കീറി മുറിക്കുമ്പോൾ അകത്ത് കാണുന്ന വിസറ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഒരു ലേ ഔട്ട് അവനെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. അത് അവന് വല്ലാത്തൊരു ലഹരി പകരുന്ന അനുഭവമായിട്ട് മാറുന്നു. പിൽക്കാലത്ത് ഈ അനുഭവത്തെ സെക്സുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവൻ സീരിയൽ കില്ലിംഗ് ലോകത്ത് വിഹരിക്കുന്നത്. സ്കൂളിലെ ബയോളജി ലാബിൽ തവളയെ കീറിമുറിച്ചു വെച്ചപ്പോൾ അതിൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയം തൊട്ട് കോരിത്തരിച്ചു നിന്ന ജെഫ്രി ഡാമർ എന്ന കൗമാരക്കാരനെ കുറിച്ചും അവൻ്റെ സഹപാഠികളിൽ ചിലരൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ മിക്ക സമയത്തും അച്ഛൻ ഉണ്ടാകാറില്ല. അമ്മയാണെങ്കിൽ സദാസമയവും സ്വന്തം അസുഖങ്ങളും മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് ബെഡിൽ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ജെഫ്രിയുടെ കുട്ടിക്കാലത്ത് അവനെ കാര്യമായിട്ട് നിരീക്ഷിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. പകൽ നേരങ്ങളിൽ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ അവൻ പയ്യെ പുറത്തിറങ്ങും, നേരെ റോഡിലേക്ക് ചെല്ലും. അവിടെ വണ്ടിയിടിച്ച് ചത്തുകിടക്കുന്ന ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളുടെ ജഡം തൂക്കിയെടുത്ത് വീടിൻ്റെ ഗ്യാരേജിലേക്ക് കൊണ്ടുവരും. അവിടെ ആ ഗ്യാരേജിൻ്റെ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ടാണ് അവൻ്റെ അനാട്ടമി പരീക്ഷണങ്ങൾ. അവൻ ആ മൃഗങ്ങളുടെ മൃതദേഹങ്ങളെ വെട്ടിക്കീറി പരിശോധിക്കും. അവയുടെയൊക്കെ എല്ലിൻകൂടുകൾ ഹാക്സോ ബ്ലേഡുകൾ വെച്ച് അറുത്തു മുറിച്ച് അകത്തെ ചൂടുമാറാത്ത ആന്തരിക അവയവങ്ങളിൽ സ്വന്തം കൈകൊണ്ട് തഴുകുമ്പോൾ അവന് വല്ലാത്തൊരു നിർവൃതി ഉണ്ടാകും. ചുടുചോരയുടെ മണം അവനെ വല്ലാതെ ലഹരി പിടിപ്പിക്കും. മൃഗങ്ങളുടെ കുടൽമാല വാരി പുറത്തിടുമ്പോൾ അവൻ വിചിത്രമായൊരു ആനന്ദം അനുഭവിച്ചു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും 9-10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യനെക്കുറിച്ചാണ് എന്ന് ഓർക്കണം. ആ ഒരു പ്രായത്തിൽ ഇത്ര വിചിത്രമായ താല്പര്യങ്ങളിൽ മുഴുകുമ്പോൾ അതിൽ നിന്ന് അവനെ പറഞ്ഞു വിലക്കാൻ, വേറെ നല്ല കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ആ കുടുംബത്ത് ആരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചുടുചോരയോടും ആന്തരിക അവയവങ്ങളോടും ദേഹം കീറിമുറിച്ചുള്ള പരീക്ഷണങ്ങളോടുമൊക്കെ അവനുണ്ടായ ഒബ്സഷൻ അടങ്ങുന്നതിന് പകരം കൂടിക്കൂടി വരിക മാത്രമാണ് ചെയ്യുന്നത്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് അവൻ കടക്കുന്ന സമയത്ത് ഈയൊരു ഭ്രമം അവൻ്റെ ലൈംഗിക ചോദനകളെ കൂടി സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കൗതുകങ്ങളും ഈ ഒബ്സഷനും കൂടി ചേർന്നുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള താല്പര്യമായിട്ട് അവനിൽ വികസിച്ചു വന്നു. സ്കൂളിൽ ഡാമറിൻ്റെ സഹപാഠികളായിരുന്നവർ ഓർത്തെടുക്കുന്നത് ക്ലാസ്സിൽ പലപ്പോഴും അവൻ വന്നിരുന്നത് മൂക്കറ്റം ബിയർ ചെലുത്തിയിട്ടാണ് എന്നാണ്. 14 വയസ്സിൽ തന്നെ അവൻ മദ്യപാനം ആരംഭിച്ചിരുന്നു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ജെഫ്രി ഡാമർ ഒരു സുവർഗാനുരാഗിയായിരുന്നു. അഡോളസൻ്റ് ഏജിൽ മറ്റൊരു സഹജീവിയോട് ആദ്യമായിട്ട് ലൈംഗികാകർഷണം തോന്നി തുടങ്ങുന്ന സമയം മുതൽക്ക് തന്നെ ജെഫ്രിക്ക് അടുപ്പം തോന്നിയതൊക്കെയും ആൺകുട്ടികളോടായിരുന്നു. നമ്മൾ സംസാരിക്കുന്നത് 1970കളുടെ പകുതിയെക്കുറിച്ചാണ്.
അന്ന് ഒരു കൗമാരക്കാരന് താനൊരു ഗേ ആണ് എന്ന് സമൂഹത്തോടോ രക്ഷിതാക്കളോടോ ഒക്കെ വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അടിയുറച്ച ക്രിസ്തീയ മതവിശ്വാസികളായിരുന്ന ജെഫ്രിയുടെ കുടുംബം ഇങ്ങനെ ഒന്നിനെ സ്വീകരിക്കില്ല എന്നത് 100% ഉറപ്പാണ്. ആരോടെങ്കിലുമൊക്കെ മിണ്ടണമെന്നും സൗഹൃദം സ്ഥാപിക്കണമെന്നുമൊക്കെ അന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തിരസ്കരിക്കപ്പെട്ടാലോ എന്ന ഭീതി ആ യുവാവിനെ മറ്റുള്ളവരോടൊന്നും മിണ്ടാൻ പോലും ധൈര്യമില്ലാത്തവനാക്കി മാറ്റുന്നു. തനിക്ക് പരിചയമുള്ളവർ, സ്നേഹിതരായിട്ട് കൂടെയുള്ളവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുമോ എന്ന ഉൾഭയം അയാളെ സദാ അലട്ടുന്നു. അങ്ങനെ സംഭവിച്ചപ്പോഴെല്ലാം അയാൾ മാനസികമായിട്ട് വല്ലാതെ ആടി ഉലഞ്ഞു പോകുന്നു. നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ തന്നോട് ഇഷ്ടം കാണിച്ച് അതുവരെ നിന്നവരെ അയാൾ പിണങ്ങിപ്പിരിഞ്ഞു പോകാൻ അനുവദിക്കുന്നില്ല. ഒരു വശത്ത് തനിക്ക് ഇഷ്ടമുള്ളവരെ റെസ്ട്രിക്റ്റ് ചെയ്തും കൂടെ നിർത്താനുള്ള ഒരു പ്രവണത, മറുവശത്ത് കൗമാരകാലം തൊട്ട് തന്നെ അവനിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഈ മൃതദേഹങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കാനുള്ള കൗതുകം, ഇത് രണ്ടും ഒരുമിച്ച് വളർന്നു വന്നതോടെയാണ് തൻ്റെ നിർബന്ധത്തിന് വഴങ്ങാത്തവരുടെ പ്രാണനെടുത്തും അവരെ കൂടെ നിർത്താൻ അയാൾ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ അയാളുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ഒരു സിനിമ പോലെ കളിച്ചുകൊണ്ടിരുന്ന, അയാൾക്ക് അവാച്യമായിട്ടുള്ള ആനന്ദം പകർന്നു കൊടുത്തിരുന്ന ചില ഫാൻറ്റസികൾ മാത്രമായിരുന്നു അതൊക്കെ എങ്കിലും കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കാലത്ത് 6 അടി പൊക്കവും അസാമാന്യ പേശീബലവും ശാരീരിക സൗന്ദര്യവുമൊക്കെയുള്ള ഒരാളായിട്ട് ജെഫ്രി ഡാമർ മാറിയതോടെ അതൊക്കെയും കയ്യെത്തും ദൂരത്തുള്ള സാധ്യതകളാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ജെഫ്രി ഡാമറിൻ്റെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് കൃത്യം 2 ആഴ്ച പിന്നിട്ട ദിവസം, അന്നാണ് അയാൾ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം നടത്തുന്നത്. അന്നേ ദിവസം മിൽവാക്കിയിലെ ഏതൊരു പബ്ബിൽ പോയി മൂക്കറ്റം മദ്യപിച്ച ശേഷം തിരികെ വണ്ടി ഓടിച്ച് വരികയായിരുന്നു അയാൾ. വഴിയരികിൽ ഒരു മുറി ട്രൗസർ മാത്രം ധരിച്ചുകൊണ്ട് ലിഫ്റ്റ് ചോദിച്ചു നിന്ന നല്ല ബിൽട്ടപ്പ് ബോഡിയൊക്കെയുള്ള ഒരു യുവാവ് അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊരു ഹിച്ച് ഹൈക്കറെ കണ്ടുമുട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ജെഫ്രി ഡാമറിൻ്റെ മനസ്സിൽ കുറെ കാലമായിട്ട് ഹിച്ച് ഹൈക്കർ ഫാൻറ്റസികൾ ഉണ്ടായിരുന്നു. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദ മോൺസ്റ്റർ ഇൻസൈഡ് ദ മൈൻഡ്സ് ഓഫ് വേൾഡ്സ് മോസ്റ്റ് നൊട്ടോറിയസ് സീരിയൽ കില്ലേഴ്സ് എന്ന പുസ്തകത്തിൽ റോബർട്ട് കെ റസ്ലർ ഇത് എടുത്തു പറയുന്നുണ്ട്. കാറ് നിർത്തി അയാൾ ഹിക്സിന് ലിഫ്റ്റ് ഓഫർ ചെയ്തു. വെസ്റ്റ് ബാത്ത് റോഡിൽ തനിക്കൊരു വീടുണ്ട് എന്നും അവിടേക്ക് വന്നാൽ നല്ല ചിൽഡ് ബിയറും മരിജുവാനയും നൽകാമെന്നും ജെഫ്രി ഹിക്സിനോട് പറഞ്ഞപ്പോൾ അയാൾ ആ ഓഫർ സ്വീകരിക്കുന്നു. അത് സ്റ്റീഫൻ ഹിക്സിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹിച്ച് ഹൈക്കിംഗ് ആയിരുന്നു. അന്ന് രാത്രി ജെഫ്രിയുടെ ബെഡ്റൂമിലിരുന്ന് ഇവർ രണ്ടുപേരും നല്ലപോലെ മദ്യപിച്ചു. അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ ഹിക്സ് ഒരു ഹോമോസെക്ഷൽ അല്ല എന്ന കാര്യമൊക്കെ ജെഫ്രിക്ക് പിടികിട്ടുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ നേരത്തോളം അവിടെ ചെലവിട്ട ശേഷം ഹിക്സ് ഒടുവിൽ പോകാനൊരുങ്ങി. ജെഫ്രി അയാളെ തടുത്തു നിർത്താൻ ശ്രമിച്ചു. അന്നൊരു ദിവസത്തേക്ക് കൂടി തൻ്റെ കൂടെ തങ്ങണം, നാളെ രാവിലെ പോകാം എന്ന് അയാൾ നിർബന്ധം പിടിച്ചു. പക്ഷേ തനിക്ക് പോയേ പറ്റൂ എന്ന് ഹിക്സ് ശടിച്ചു. ഇവർ രണ്ടുപേരും തമ്മിൽ ഒടുവിൽ ഇക്കാര്യം പറഞ്ഞ് വഴക്കായി. ഒടുവിൽ ജെഫ്രി മുറിയിലുണ്ടായിരുന്ന ഡംബൽ എടുത്ത് ഹിക്സിൻ്റെ തലയ്ക്കടിക്കുന്നു. ഐ ഡിഡ്ന്റ് നോ ഹൗ എൽസ് ടു കീപ്പ് ഹിം ദെയർ എന്നാണ് പിന്നീട് ഇതേപ്പറ്റി ഡാമർ ഓർത്തെടുക്കുന്നത്. ആദ്യത്തെ ആ അടിയിൽ തന്നെ ഹിക്സ് താഴെ വീഴുന്നു. അതിന് പിന്നാലെ അതേ ഡംബൽ കൊണ്ട് തന്നെ കഴുത്തിൽ അമർത്തി ഞെരിച്ച് ജെഫ്രി അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നു. അത്രയും നേരം ഹിക്സ് താൻ മടങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡാമർ അനുഭവിച്ചുകൊണ്ടിരുന്ന പരിഭ്രാന്തിക്കും ഉദ്വേഗത്തിനും അതോടെ പരിഹാരമായി. അത് വല്ലാത്തൊരു ആവേശത്തിനും അന്നോളം അയാളുടെ മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഹോമോസെക്ഷൽ ഫാൻറ്റസികളുടെ സാക്ഷാത്കാരത്തിനുമൊക്കെ വഴിമാറുന്നു. തികച്ചും നിസ്സഹായനായി തൻ്റെ നിയന്ത്രണത്തിൽ ആ വീട്ടിനുള്ളിൽ ബന്ദിയായിട്ട് കഴിയേണ്ടി വന്ന ഈ മനുഷ്യൻ്റെ ക്യാപ്റ്റിവിറ്റിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അയാൾക്ക് ലൈംഗികോത്തേജനം അനുഭവപ്പെട്ടു. തുടർന്ന് അയാൾ ആ വീടിന് ചുറ്റും വെകിളി പിടിച്ച പോലെ ഒരല്പം നേരം നടന്നുവെന്നും തിരികെ വന്ന് ഹിക്സിൻ്റെ മൃതദേഹത്തെ വിവസ്ത്രമാക്കി അതിനു മുന്നിൽ നിന്ന് മാസ്റ്റുർബേറ്റ് ചെയ്തുവെന്നും ദ ജെഫ്രി ഡാമർ സ്റ്റോറി ആൻ അമേരിക്കൻ നൈറ്റ്മെയർ എന്ന പുസ്തകത്തിൽ ഡൊണാൾഡ് എ ഡേവിസ് എഴുതുന്നുണ്ട്. അന്ന് രാത്രി തന്നെ അയാൾ ഹിക്സിൻ്റെ മൃതദേഹം വലിച്ച് വീടിനടിയിലുള്ള ഒഴിഞ്ഞ സ്പേസിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. ആ ദിവസം രാത്രി അയാൾക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറങ്ങാനേ സാധിക്കുന്നില്ല. അടുത്ത ദിവസം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഒരു ഹണ്ടേഴ്സ് നൈഫ് അയാൾ വാങ്ങിക്കൊണ്ടുവരുന്നു. എന്നാൽ തെളിവ് നശിപ്പിക്കുന്നതിന് പകരം ആ മൃതദേഹം വെട്ടിമുറിച്ച് വീണ്ടും അതിന് മുന്നിലിരുന്ന് മാസ്റ്റുർബേറ്റ് ചെയ്യുകയാണ് അയാൾ ചെയ്യുന്നത്. ആ മൃതദേഹത്തെ അങ്ങനെ കീറി മുറിച്ച് ആന്തരികാവയവങ്ങൾ നേരിൽ കണ്ടത് അയാൾ ഉത്തേജിപ്പിച്ചു എന്ന് റെസ്ലർ തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അന്ന് തന്നെ അയാൾ പണ്ട് കുട്ടിക്കാലത്ത് റോഡരികിൽ നിന്ന് കിട്ടിയ ജന്തുക്കളുടെ മൃതദേഹങ്ങളിൽ ചെയ്തു പോന്നിരുന്ന അതേ പഴയ റുട്ടീൻ പരീക്ഷണങ്ങൾ ഹിക്സിൻ്റെ മൃതദേഹത്തിലും ആവർത്തിക്കുന്നു. അതിനുശേഷം മൃതദേഹം പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് അയാൾ അവയെ പല പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറച്ചു വയ്ക്കുന്നു. അടുത്ത ദിവസം ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഈ വീടിന് വെളിയിൽ കുഴിച്ചിട്ട നിലയിലുള്ള ഒരു വലിയ ഡ്രെയിനേജ് പൈപ്പിനുള്ളിലേക്ക് കുത്തി നിറച്ച് അവിടെ ഒളിപ്പിച്ചു വെക്കുന്നു.
താൻ പ്രവർത്തിച്ച ആദ്യത്തെ കൊലപാതകത്തിന് സുവനീറുകളൊന്നും തന്നെ ജെഫ്രി ഡാമർ സ്വീകരിക്കുന്നില്ല. ഹിക്സ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അയാളുടെ പേഴ്സും ഒക്കെയും ജെഫ്രി കത്തിച്ചു കളയുന്നു. അതിനുശേഷം കയാഹോഗ നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കാറോടിച്ചു ചെന്ന് തൻ്റെ ഹണ്ടിങ് നൈഫും ഹിക്സിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും നെക്ലേസും എല്ലാം തന്നെ അയാൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൻ്റെ പുറത്ത് തൻ്റെ ഫാൻറ്റസി പൂർത്തീകരിക്കാൻ വേണ്ടി ജെഫ്രി ഡാമർ എന്ന യുവാവ് തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം പ്രവർത്തിച്ചുവെങ്കിലും തുടർന്നുള്ള മാസങ്ങൾ അയാൾ ചെലവിടുന്നത് ചെയ്തുപോയ പാതകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞും അതിന് ദൈവത്തോട് മാപ്പിരുന്നുമൊക്കെയാണ് എന്ന് ദ ഷ്രൈൻ ഓഫ് ജെഫ്രി ഡാമർ എന്ന പുസ്തകത്തിൽ ബ്രയാൻ മാസ്റ്റേഴ്സ് എഴുതുന്നുണ്ട്. 1978 ജൂലൈ 24 ജെഫ്രിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഡൈവോഴ്സ് ഫൈനലൈസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഇളയ മകൻ ഡേവിഡിനെയും കൂട്ടി അമ്മ ജോയ്സ് വീട് വിട്ടു പോയതോടെ ജെഫ്രി എന്ന കൗമാരക്കാരൻ ആ വീട്ടിൽ തനിച്ചായി പോകുന്നു. പിന്നീട് എന്നോ ഒരു ദിവസം ജെഫ്രിയുടെ അച്ഛൻ ലയണൽ തൻ്റെ പുതിയ ഗേൾഫ്രണ്ട് ഷാരിയുമൊത്ത് മകനെ കാണാൻ എത്തിയപ്പോൾ മാത്രമാണ് ആ വീട്ടിലെ തൻ്റെ ദൈന്യ ജീവിതത്തെപ്പറ്റി ജെഫ്രിക്ക് ആരോടെങ്കിലും ഒന്ന് പറയാൻ പോലും പറ്റുന്നത്. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, വീട്ടിൽ വിശപ്പടക്കാൻ വേണ്ട ഭക്ഷണമില്ല, ആകെയുള്ള റെഫ്രിജറേറ്റർ പോലും തകരാറിലായിരിക്കുകയാണ്. മകൻ്റെ ആ ദുരിതാവസ്ഥ കണ്ട അച്ഛൻ ലയണലും കാമുകി ഷാരിയും കൂടി അവൻ്റെ കൂടെ താമസിക്കാനെത്തുന്നു. തുടക്കത്തിൽ അച്ഛൻ്റെ കാമുകിയെ അംഗീകരിക്കാൻ അവന് സാധിച്ചിരുന്നുവെങ്കിലും അധികം വൈകാതെ മറ്റു പല കാരണങ്ങളുടെയും പേരിൽ അവർ ബദ്ധശത്രുക്കളായിട്ട് മാറുന്നു. തൻ്റെ ആൽക്കഹോളിക് ബിഹേവിയർ അധികകാലം ഒളിച്ചു വെക്കാൻ ജെഫ്രിക്ക് സാധിക്കുന്നില്ല. അവനെ അവർ തെളിവ് സഹിതം കൈയോടെ പൊക്കുന്നു. അതേ തുടർന്ന് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ജെഫ്രി കോളേജിൽ ചേർന്ന് പഠിക്കാൻ തയ്യാറാവുന്നു. 1978 സെപ്റ്റംബറിൽ അവനെ അവർ കൊളംബസിലുള്ള ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് പഠിക്കാൻ ചേർക്കുന്നു. തുടക്കത്തിൽ കാര്യമായ ആവേശമൊക്കെ അവൻ കാണിച്ചുവെങ്കിലും ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്നു. വീട്ടിൽ വന്ന ശേഷം ഒരു ദിവസം മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന കുറ്റത്തിന് അവനെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അന്ന് മകനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന അച്ഛൻ ലയണൽ അവന് മുന്നിൽ ഒരു അൾട്ടിമേറ്റം വെക്കുന്നു. ഒന്നുകിൽ കള്ളുകുടി നിർത്തി അമേരിക്കൻ സൈന്യത്തിൽ ഒരു ജോലി നേടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് വീട് വിട്ടു പോവുക. അധികം വൈകാതെ ഒരു ദിവസം അച്ഛൻ മകനെയും കൊണ്ട് അലബാമയിലെ ഒരു സൈനിക റിക്രൂട്ട്മെന്റ് സെന്ററിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട പരീക്ഷകളെല്ലാം പാസ്സായി ജെഫ്രി ഒരു പട്ടാളക്കാരനായിട്ട് മാറുന്നു. ടെക്സസിലെ സാൻ അന്റോണിയോയിലുള്ള ഫോർട്ട് സാം ഹ്യൂസ്റ്റൺ ബേസിൽ വെച്ച് പരിശീലനം നേടി അയാളൊരു ആർമി മെഡിക്കായിട്ട് മാറുന്നു. 6 ആഴ്ച ദൈർഘ്യമുള്ള ഈ ആർമി മെഡിക് കോഴ്സ് മാത്രമാണ് ജെഫ്രി ഡാമർ തൻ്റെ ജീവിതത്തിൽ ആകെ പൂർത്തിയാക്കിയ ഒരേ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്. ഈ ഒരു പരിശീലനത്തിലൂടെ നേടിയ അറിവുകൾ പക്ഷേ തൻ്റെ പിൽക്കാല ക്രിമിനൽ ജീവിതത്തിൽ അയാൾ വളരെ ഫലപ്രദമായി തൻ്റെ ഇരകൾക്ക് മേൽ പ്രയോഗിക്കുന്നതും നമ്മളിനി കാണും. ആർമി ജോലിയിൽ നിന്നുള്ള ആദ്യത്തെ ഫർലോയ്ക്ക് വേണ്ടി 1979 ജൂലൈ ആദ്യവാരം ജെഫ്രി ഡാമർ വീട്ടിലേക്ക് എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഡാമറിനെ കാണുകയാണെങ്കിൽ എത്ര പ്രസന്നനായ യുവാവ് എന്ന് ആരും പറഞ്ഞു പോകും. ഈ ഫർലോ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ജെഫ്രി ഡിപ്ലോയ് ചെയ്യപ്പെടുന്നത് വെസ്റ്റ് ജർമ്മനിയിലെ ബ്രോം ഹോൾഡർ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെട്ട കാലത്ത് ഇയാളുടെ ആൽക്കഹോളിസം വീണ്ടും വില്ലനാകുന്നു. ഹാങ് ഓവർ അടിച്ച് സ്ഥിരമായി ഡ്യൂട്ടി റോൾ കോൾ മിസ് ചെയ്യാൻ തുടങ്ങിയതോടെ പ്രൈവറ്റ് ജെഫ്രി ഡാമറിൻ്റെ ഡിസോണറബിൾ ഡിസ്ചാർജിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ സൈന്യത്തിൽ നിന്ന് അപമാനിതനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ ജെഫ്രി തൻ്റെ സ്ക്വാഡ് ലീഡറോട് ഭീഷണിയുടെ സ്വരത്തിൽ സംഡേ യു വിൽ ഹിയർ അബൌട്ട് മീ അഗെയിൻ, അതായത് എന്നെക്കുറിച്ച് എന്നെങ്കിലും ഒരു നാൾ വീണ്ടും നിങ്ങൾ കേൾക്കും അറിയും എന്ന് പറഞ്ഞതായി നമുക്ക് ആനി ഇ ഷ്വാർട്സ് എഴുതിയ മോൺസ്റ്റർ ദ ട്രൂ സ്റ്റോറി ഓഫ് ജെഫ്രി ഡാമർ മർഡേഴ്സ് എന്ന പുസ്തകത്തിൽ വായിക്കാനാകും. എന്തായാലും 1981 മാർച്ചിൽ അയാളെ US ആർമി പ്രോസസ് ഔട്ട് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഇങ്ങനെ മടങ്ങി വന്ന ശേഷവും നിരന്തരം മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജെഫ്രിയെ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് വെസ്റ്റ് ആലിസിൽ താമസിക്കുന്ന അമ്മൂമ്മ കാത്രിൻ ഡാമറിൻ്റെ കൂടെ കഴിയാൻ വിടുന്നു. അവിടെ അമ്മൂമ്മയ്ക്ക് അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തു കൊടുത്താൽ അതിന് പകരമായി ഭക്ഷണവും താമസവും സൗജന്യമായി കിട്ടും. അവിടുത്തെ സെറ്റപ്പ് ജെഫ്രിക്ക് സാമാന്യം ബോധിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് 1988 വരെയുള്ള കാലം ജെഫ്രി ചെലവിടുന്നത് ആ വീടിൻ്റെ ലോൺ മോൾ ചെയ്തും വോക്ക്വേസ് ഷവൽ ചെയ്തും ഒക്കെയാണ്. ഈ കാലത്ത് തന്നെ ആൽക്കഹോൾ അനോണിമസ് പോലെയുള്ള ഡി അഡിക്ഷൻ ക്ലാസുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്തിരുന്നുകൊണ്ട് അവൻ്റെ മദ്യാസക്തിയും താരതമ്യേന നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം. ഇതിനിടയ്ക്ക് 1985 ഡാമറിന് കുറെ കൂടി സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കിട്ടുന്നു. അംബ്രോസിയ ചോക്ലേറ്റ് കമ്പനിയിൽ ഒരു മിക്സറുടെ ജോലി. രാത്രി 11 മണി മുതൽക്ക് രാവിലെ 7 മണി വരെ ആയിരുന്നു അവൻ്റെ ജോലി ഷിഫ്റ്റ്. സൺഡേ മുതൽ ഫ്രൈഡേ വരെ ആഴ്ചയിൽ 6 ദിവസം ഈ ഗ്രേവ്യാർഡ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അയാൾക്ക് പരമാവധി കുറച്ചു പേരുമായിട്ട് മാത്രം ഇടപെട്ടാൽ മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ജെഫ്രി ഇതേ ജോലിയിൽ തന്നെ തുടർന്നു പോകുന്നുണ്ട്.
അങ്ങനെ ഏറെക്കുറെ ശാന്തമായി കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ജെഫ്രി ഡാമറിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നത്. ഇതേപ്പറ്റി റെസ്ലറുടെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം വെസ്റ്റ് ആലിസ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതനായിട്ടുള്ള ഒരാൾ വന്ന് ജെഫ്രിയുടെ മടിയിൽ ഒരു കുറിപ്പിട്ടിട്ട് പോന്നു. ഇത് വായിച്ച് പെട്ടെന്ന് പരിഭ്രമിച്ചു പോയി എങ്കിലും അയാൾ ആ അഡ്വാൻസ് കണ്ടില്ല എന്ന് നടിക്കുന്നു. പക്ഷേ ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന് ശേഷം അയാളുടെ അതുവരെയുള്ള അച്ചടക്കത്തിന് ഉലച്ചിൽ തട്ടുന്നു. 2 മാസത്തിനിടയ്ക്ക് അയാളിലേക്ക് പഴയ ഹോമോസെക്ഷൽ ടെൻഡൻസികൾ പൂർവാധികം ശക്തിയോടെ തിരികെ എത്തുന്നു. മദ്യപാനവും പഴയ പോലെ വീണ്ടും ശക്തമാകുന്നു. പള്ളി കേന്ദ്രീകരിച്ചുള്ള ഡി അഡിക്ഷൻ ക്ലാസുകളും അയാൾ സ്ഥിരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങുന്നു. അഡൽട്ട് ബുക്ക് സ്റ്റോറുകളിലും ഗേ ബാറുകളിലും ബാത്ത് ഹൗസുകളിലുമൊക്കെ അയാൾ പിന്നീട് ഒരു സ്ഥിരം സന്ദർശകനാകുന്നു. പക്ഷേ ഇക്കാലത്തും അയാൾ സെക്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് തൽപരനായിരുന്നില്ല. അയാൾക്ക് വേണ്ടിയിരുന്നത് പൊട്ടൻഷ്യൽ ഇണകൾക്കൊപ്പം രാത്രി കുറച്ച് ക്വാളിറ്റി ടൈം ചെലവിടുക മാത്രമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അയാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് തനിക്ക് ഇഷ്ടം തോന്നുന്ന പുരുഷന്മാരെ കഴിവതും ഉപദ്രവിക്കാതെ തന്നെ തൻ്റെ ഇംഗിതങ്ങൾക്ക് വശംവദരാക്കാനായിരുന്നു. 1986 ജൂൺ മാസത്തിൽ ജെഫ്രി ഇതിനൊരു എളുപ്പവഴി കണ്ടെത്തുന്നു. സ്ഥിരമായി നൈറ്റ് ഷിഫ്റ്റിൽ ഫാക്ടറി ജോലി എടുക്കുന്ന തനിക്ക് പകൽ നേരങ്ങളിൽ ഒട്ടും ഉറങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഡോക്ടർമാരിൽ നിന്ന് ഉറക്ക ഗുളികൾക്കുള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയെടുക്കുന്നു. അതിനുശേഷം ഈ മരുന്ന് പൊടിച്ചെടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നു. ബാത്ത് ഹൗസുകളിലെ പ്രൈവറ്റ് റൂമുകളിലേക്ക് കൊണ്ടുപോകുന്ന ടെമ്പററി പാർട്ട്ണർമാരുടെ ശീതള പാനീയങ്ങളിൽ അത് കലർത്തി പ്രയോഗിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ ഈ പാർട്ട്ണർമാരെ പൂർണ്ണബോധത്തോടെ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ കാര്യമായ ഉത്തേജനമൊന്നും കിട്ടാതിരുന്ന ജെഫ്രിക്ക് ഇങ്ങനെ ഒരു മരുന്നിൻ്റെ ബലത്തിൽ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിൽ ഒരു പുരുഷ ശരീരം കിട്ടുന്ന സമയത്ത് കാര്യമായ ലൈംഗികോത്തേജനം ഉണ്ടാകുന്നു. ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ ബലത്തിൽ ഉറങ്ങിപ്പോകുന്ന തൻ്റെ കാമുകരുടെ നെഞ്ചിടിപ്പിനും വയറിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾക്കുമൊക്കെ കാതോർക്കുന്നതും അയാളെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ തൻ്റെ താൽക്കാലിക പാർട്ട്ണർമാരെ ഡ്രഗ് ചെയ്തൊടുവിൽ അതിലൊരാളുടെ ആരോഗ്യനില വഷളായി അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതോടെ ജെഫ്രി ഡാമറിനെ ഈ പബ്ലിക് കോമൺ ബാത്ത് ഹൗസുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പാടെ വിലക്കുന്നു. അയാൾ അവിടെയെല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതോടെ മിൽവാക്കിയിലെ വോക്കർ പോയിന്റിൽ നിരനിരയായിട്ടുണ്ടായിരുന്ന ഗേ ബാറുകളിലായി അയാളുടെ നിത്യസന്ദർശനങ്ങൾ. രാത്രിയാകുന്ന നേരത്ത് അവിടെ നിന്ന് ആരോടെങ്കിലും ഇഷ്ടം സ്ഥാപിച്ചെടുത്ത് അവരെയും കൊണ്ട് അംബാസഡർ ഹോട്ടലിൽ ചെന്ന് മുറിയെടുക്കും. അവരെ വീണ്ടും ഡ്രഗ് ചെയ്യുക എന്ന പതിവ് അവിടെയും ആവർത്തിക്കും. ഇങ്ങനെ ചെയ്തൊടുവിൽ അയാൾ ഡ്രഗ്ഡായ നിലയിലുള്ള ആളുകളെക്കാൾ നിയന്ത്രിച്ചു നിർത്താൻ എളുപ്പം ജീവനില്ലാത്തവരെയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അപ്പോഴേക്കും അയാൾ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞിട്ട് ഏതാണ്ട് 9 വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 1987 നവംബർ 20 അന്നേ ദിവസം ജെഫ്രി ഡാമർ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ 2ാമത്തെ കൊലപാതകം നടത്തി. അത് പക്ഷേ കരുതിക്കുട്ടി നടപ്പിലാക്കിയ ഒന്നായിരുന്നില്ല. ഏതോ ഗേ ബാറിൽ വെച്ച് പരിചയപ്പെട്ട ഒരു 24-കാരനുമൊത്ത് രാത്രി മുഴുവൻ അയാൾ ഇരുന്ന് മദ്യപിച്ചു. റെസ്ലറുടെ പുസ്തകത്തിൽ അന്ന് രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ജെഫ്രി ഡാമറെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. അയാൾ വളരെ സുമുഖനായിട്ടുള്ള ഒരു യുവാവായിരുന്നു. എൻ്റെ കൂടെ ഹോട്ടൽ മുറിയിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഏറെ നേരം മദ്യപിച്ചു. അയാൾ ഉറങ്ങിയിട്ടും ഞാൻ എൻ്റെ മദ്യപാനം തുടർന്നുപോയി. പിന്നെയും ഞാൻ എത്ര നേരം മദ്യപിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബ്ലാക്ക് ഔട്ടായിപ്പോയി എന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത ഓർമ്മ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. അയാളപ്പോൾ കിടക്കയിൽ മലർന്ന് കിടക്കുകയായിരുന്നു. കട്ടിലിൻ്റെ അറ്റം പറ്റിയായിരുന്നു അയാളുടെ തല. എൻ്റെ കൈവണ്ണകൾ പോറി മുറിഞ്ഞിരുന്നു. അയാളുടെ വാരിയലുകളെല്ലാം ഒടിഞ്ഞുമിരുന്നു. രാത്രി മദ്യപിച്ച് ലക്ക് കെട്ട നേരത്തെ എപ്പോഴോ ഞാൻ അയാളെ അടിച്ചു കൊന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കൊലപാതകം പക്ഷേ ആദ്യത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇതിൽ ജെഫ്രി ഡാമർ എന്ന ക്രിമിനലിൻ്റെ റേജ് അഥവാ കോപം വളരെ വ്യക്തമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് എന്തിനാണ് കോപം വന്നതെന്നോ ഞാനത് എന്തുകൊണ്ടാണ് അയാളുടെ മേൽ തീർത്തത് എന്നോ എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ജെഫ്രി ഡാമർ പറഞ്ഞതായി ദ ഷ്രൈൻ ഓഫ് ജെഫ്രി ഡാമറിൽ ബ്രയൻ മാസ്റ്റേഴ്സും എഴുതുന്നുണ്ട്. ഈ കൊലപാതകം നടന്ന് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ വീണ്ടും ഇര തേടി ഇറങ്ങി. 219 ക്ലബ് എന്നൊരു നൈറ്റ് ക്ലബിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് അയാൾ ഒരു 14-കാരനെ കണ്ടുമുട്ടുന്നു. ജെഫ്രി ഡാമർ എന്ന സീരിയൽ കില്ലറിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരയായിരുന്നു ജെയിംസ്. ആ കൊലപാതകത്തിനും പിന്നീട് അങ്ങോട്ട് അയാൾ ചെയ്ത മറ്റു കൊലപാതകങ്ങൾക്കുമൊക്കെ ഏതാണ്ട് ഒരേ മോഡസ് ഓപ്പറാൻഡി തന്നെ ആയിരുന്നു. പബ്ലിക് സ്പേസുകളിൽ വെച്ച് കണ്ടുമുട്ടുന്ന യുവാക്കളെ മരിയുവാനയോ മദ്യമോ സെക്സിനു പകരം പണമോ ഒക്കെ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് കൊണ്ടുവരിക.
അവിടെ വെച്ച് അവരറിയാതെ അവരെ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത ഡ്രിങ്ക് കൊടുത്ത് മയക്കുക, ശേഷം അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക, ഒടുവിൽ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക. ചില അവസരങ്ങളിൽ മൃതദേഹം നെക്രോഫിലേക്ക് വേണ്ടി ഉപയോഗിക്കുക, ശേഷം കൊത്തിയരിഞ്ഞ് ഡിസ്പോസ് ചെയ്യുക. ചില കേസുകളിലെങ്കിലും തലയോ തലയോട്ടിയോ ഒക്കെ തൻ്റെ പിന്നീടുള്ള രതിവൈകൃതങ്ങൾക്കുള്ള ഉപാധികളായിട്ട് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ട്രോഫി പോലെ സൂക്ഷിച്ചു വെക്കുക. അപൂർവം ചില കേസുകളിലെങ്കിലും കാനിബലിസ്റ്റിക് ടെൻഡൻസികളും ജെഫ്രി ഡാമർ പ്രദർശിപ്പിച്ചതായിട്ട് റെസ്ലറും മാസ്റ്റേഴ്സും അടക്കമുള്ളവരുടെ പുസ്തകങ്ങളിലും പോലീസിന്റെ കുറ്റപത്രത്തിലും എടുത്തു പറയുന്നുണ്ട്. അടുത്ത കൊലപാതകം 2 മാസത്തെ ഇടവേളയിൽ. പിക്കപ്പ് സ്പോട്ട് ഫീനിക്സ് ബാർ. അതിനും 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 1988 സെപ്റ്റംബർ 26 ജെഫ്രി തെരുവിൽ വെച്ച് കണ്ടുമുട്ടിയ സോംസാക് സിന്താംഫോൺ എന്നൊരു 13-കാരനെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുകയാണെങ്കിൽ $50 പ്രതിഫലമായിട്ട് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. 1-2 ഫോട്ടോകൾ എടുത്ത ശേഷം അയാൾ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത കോഫി കുടിക്കാൻ കൊടുക്കുന്നു. ശേഷം അവനെ മൊളസ്റ്റ് ചെയ്തുവെങ്കിലും അയാൾ തൻ്റെ പതിവിന് വിരുദ്ധമായിട്ട് ആ പയ്യനെ കൊന്നുകളയുന്നില്ല. അന്ന് രാത്രി തന്നെ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കുന്നു. ഈ മരുന്നിന്റെ മയക്കത്തിൽ അർദ്ധബോധാവസ്ഥയിൽ അവൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവൻ്റെ അച്ഛനമ്മമാർ പരിഭ്രമിച്ചു പോകുന്നു. അവനെ അവർ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തങ്ങളുടെ മകന് ജെഫ്രി ഡാമർ മയക്കുമരുന്ന് കൊടുത്തതാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ പോലീസിൽ പരാതിപ്പെടുന്നു. അടുത്ത ദിവസം ജോലി സ്ഥലത്ത് വെച്ച് ജെഫ്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അയാൾക്ക് മേൽ ശിശുപീഡനത്തിനും 2nd ഡിഗ്രി സെക്ഷൽ അസോൾട്ടിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു. ഈ കേസ് അന്വേഷിക്കാൻ ചെന്ന പോലീസിനോട് ജെഫ്രി അന്ന് പറയുന്നത് ഈ പയ്യന്റെ പ്രായം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും താൻ തൻ്റെ ഉറക്കഗുളിക കലക്കി കുടിക്കുന്ന കപ്പിൽ യാദൃച്ഛികമായിട്ട് ആ പയ്യൻ കോഫി ഒഴിച്ച് കുടിച്ചിട്ടുണ്ടാകാം എന്നുമാണ്. എന്തായാലും ഈ കേസിൽ ജെഫ്രിക്ക് അധികം വൈകാതെ തന്നെ ജാമ്യം കിട്ടുന്നു. ഈ കേസിന്റെ വിചാരണ നടക്കുന്നതിനിടയ്ക്ക് അടുത്ത കൊലപാതകം. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിലും വീണ്ടും പലപ്പോഴായിട്ട് ജെഫ്രി ഡാമർ നിരവധി യുവാക്കളെ കൊന്നുതള്ളുന്നു. 1991 മെയ് 27 മിൽവാക്കി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു 911 കോൾ വരുന്നു. തെരുവിലൂടെ നഗ്നനായി ചോരൊലിപ്പിച്ചുകൊണ്ട് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു 14 വയസ്സുകാരൻ, അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ജെഫ്രി ഡാമർ. ഇത്രയുമാണ് ഡിസ്ട്രസ് കോൾ വിളിച്ച വ്യക്തി പോലീസിനെ അറിയിച്ചത്. അന്ന് ഈ കോളിന്റെ പിന്നാലെ അന്വേഷിച്ചെത്തിയ പോലീസ് ഓഫീസർമാരോട് ജെഫ്രി പറയുന്നത് ആ പയ്യന് 19 വയസ്സുണ്ടെന്നും അവർ തമ്മിലൊരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലാണ് എന്നും ഇത് അവർക്കിടയിൽ മദ്യപിച്ചുണ്ടായ താൽക്കാലികമായിട്ടുള്ളൊരു സൗന്ദര്യപ്പിണക്കം മാത്രമാണ് എന്നുമാണ്. അന്ന് ജെഫ്രി പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി ഈ 14-കാരനെ പോലീസ് തിരികെ ജെഫ്രിയുടെ ഫ്ലാറ്റിലേക്ക് തന്നെ കൊണ്ടുവിടുകയാണ് അന്ന് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ 14-കാരൻ കൊല്ലപ്പെടുന്നു. ഈ കൊലപാതകത്തിലെ വളരെ വിചിത്രമായിട്ടുള്ളൊരു വസ്തുത, നേരത്തെ ഒരിക്കൽ ജെഫ്രി ഡാമർ പീഡിപ്പിച്ച സോംസാക് സിന്തഫോണിന്റെ സഹോദരനാണ് ഈ കോൺട്രാക്ട്. അവന് ജെഫ്രിയെ നല്ല പോലെ അറിയാമായിരുന്നു. തൻ്റെ സഹോദരനെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള കുറ്റവാളിയാണ് ഡാമർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ $50 എന്ന അന്നത്തെ വലിയൊരു സംഖ്യ കിട്ടും എന്ന പ്രലോഭനത്തിൽ കോൺട്രാക്ട് അയാൾ വിളിച്ചപ്പോൾ കൂടെ പോകാൻ തയ്യാറാവുകയായിരുന്നു. ആ പോക്ക് പക്ഷേ അവൻ്റെ മരണത്തിലേക്കായിരുന്നു എന്ന് മാത്രം. അന്ന് ആ 14-കാരൻ്റെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താതിരുന്ന 2 പോലീസ് ഓഫീസർമാർ പിന്നീട് ജെഫ്രി ഡാമറിനെ പോലീസ് അയാളുടെ സീരിയൽ കൊലകളുടെ പേരിൽ പിടികൂടിയപ്പോൾ കർശനമായ അച്ചടക്ക നടപടികൾക്ക് വിധേയരാകുന്നുണ്ട്. സത്യത്തിൽ അന്ന് പോലീസ് വേണ്ട പോലെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ അന്നുവരെ നടത്തിയ കൊലപാതകങ്ങളുടെ പേരിൽ ജെഫ്രി ഡാമറിനെ അന്നവർ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടച്ചിരുന്നുവെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ അടക്കം ഏറ്റവും ചുരുങ്ങിയത് 5 പേരുടെയെങ്കിലും ജീവൻ അവർക്ക് രക്ഷിക്കാമായിരുന്നു. ഇങ്ങനെ പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ശേഷം വീണ്ടും അധികം വൈകാതെ തന്നെ ജെഫ്രി ഡാമറിന്റെ മർഡർ സ്പ്രീ പുനരാരംഭിക്കുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ അയാൾ ഷിക്കാഗോ ബസ് സ്റ്റേഷനിൽ നടന്ന ഒരു ഗേ പ്രൈഡ് മാർച്ചിൽ വെച്ച് മിഷിഗൻ സ്വദേശിയായിട്ടുള്ള ഒരു ആസ്പയറിംഗ് മെയിൽ മോഡലിനെ കണ്ടുമുട്ടുന്നു. അതിന് പിന്നാലെ തന്നെ അധികം വൈകാതെ വീണ്ടും 3 ഇരകൾ കൂടി. ഈ ജോസഫ് ബ്രേഡ് ഹോഫ്റ്റിനെ ഡാമർ കൊല്ലുന്നത് ജൂലൈ 16 ഒരാഴ്ചക്കകം. കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ 22 അയാൾ ഗ്രാൻഡ് അവന്യൂ മാളിന്റെ പരിസരത്ത് വെച്ച് ട്രേസി എഡ്വേഴ്സിനെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുന്നു. കൂടെ വന്ന് കുറച്ച് ചിത്രങ്ങൾക്ക് പോസ് ചെയ്യുകയാണെങ്കിൽ ആളൊന്നിന് $100 വെച്ച് കൊടുക്കാം എന്നായിരുന്നു അയാളുടെ ഓഫർ. എഡ്വേർഡ്സും ഡാമറും കൂടി ബിയർ വാങ്ങി വരും, ബാക്കിയുള്ളവർ വീട്ടിലേക്ക് വന്നാൽ മതി എന്നായിരുന്നു ധാരണ. പക്ഷെ ഡാമർ അവരോടൊക്കെ കള്ളം പറയുകയായിരുന്നു. താൻ താമസിക്കുന്നത് അംബാസഡർ ഹോട്ടലിലാണ്, അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് അവരോട് പറയുന്ന അയാൾ പക്ഷെ എഡ്വേർഡ്സിനെ കൊണ്ടുപോകുന്നത് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവിടെ എഡ്വേർഡ്സ് തൻ്റെ സുഹൃത്തുക്കൾ വരുന്നതും കാത്തിരിക്കുന്നതിനിടയ്ക്ക് ഡാമർ അയാൾക്ക് കുടിക്കാൻ ബിയർ കൊടുക്കുന്നു. 1-2 ബിയർ കുടിച്ച് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഡാമർ എഡ്വേർഡ്സിൻ്റെ ഒരു കയ്യിൽ ഹാൻഡ് കഫ് ഇടിച്ചുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നു.
ഇങ്ങനെ ഒരു കയ്യിൽ ഹാൻഡ് കഫുമായിട്ട് ഇരിക്കുന്നതിനിടയിലാണ് ജെഫ്രി ഡാമറിൻ്റെ ശ്രദ്ധ ഒന്ന് പാളിയ നേരം നോക്കി ട്രേസി എഡ്വേർഡ്സ് ഇറങ്ങി ഓടിക്കളഞ്ഞതും നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തൊട്ടടുത്ത തെരുവിൽ വെച്ച് ബീറ്റ് പോലീസ് ഓഫീസർമാരുടെ കൺമുന്നിൽ ചെന്നുപെടുന്നതും. 1992 ജനുവരി 30 ജെഫ്രി ഡാമറിന്റെ വിചാരണ ആരംഭിക്കുന്നു. തന്റെ മേൽ ആരോപിക്കപ്പെട്ട 15 കൊലപാതക കുറ്റങ്ങളും അയാൾ യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുന്നു. ഒപ്പം തന്റെ ഡിഫൻസിൽ അയാൾ ഇൻസാനിറ്റി പ്ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. താൽക്കാലികമായി തന്നെ ആവേശിച്ച ഒരു ചിത്തഭ്രമത്തിന്റെ പുറത്തായിരുന്നു ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്നായിരുന്നു അയാളുടെ വാദം. 1992 ഫെബ്രുവരി 15 12 അംഗ ജൂറി അതിന് വിധി പുറപ്പെടുവിക്കുന്നു. ഈ 15 കൊലപാതകങ്ങളിലും ഡാമർ കുറ്റക്കാരനാണ്. ശിക്ഷയായിട്ട് അവർ 15 ജീവപര്യന്തങ്ങൾ വിധിച്ചു. ഒന്നിനു പിന്നാലെ ഒന്നായി എല്ലാം ചേർത്ത് ആകെ 957 വർഷത്തെ കഠിന തടവ്. വിസ്കോൺസിനിലെ കൊളംബിയ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു അയാളുടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ശിഷ്ടകാല ജീവിതം. 1994 നവംബർ 28 ജയിലധികൃതർ ഡാമറിനെ മറ്റ് 2 തടവുപുള്ളികൾക്കൊപ്പം ടോയ്ലറ്റ് ക്ലീനിങ് ഡ്യൂട്ടിക്ക് പറഞ്ഞുവിടുന്നു. കൂടെ പോയ ആ 2 പേരിൽ ഒരാൾ ഒരു കൊലപാതക കേസിലെ പ്രതി ക്രിസ്റ്റഫർ സ്കാർവർ എന്ന 25-കാരനായിരുന്നു. അയാൾ ജയിലിലെ ജിമ്മിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഒരു 20 ഇഞ്ച് മെറ്റൽ ബാർ കൊണ്ട് തലയ്ക്കടിച്ച് അന്ന് ഡാമറിനെ കൊന്നുകളയുന്നു. ടൈം ഓഫ് ഡെത്ത് 9:11 AM. നിരപരാധികളായിട്ടുള്ള 17 പേരെ നിർദ്ദയം കൊന്നുകളഞ്ഞ, അവരുടെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിച്ച ജെഫ്രി ഡാമർ എന്ന സാത്താനെ കൊന്നുകളയാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു പറഞ്ഞയച്ചതാണ് തന്നെ എന്നാണ് പിന്നീട് ക്രിസ്റ്റഫർ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ കൽത്തുറുങ്കിനുള്ളിൽ സംഭവിച്ച ആ അസ്വാഭാവിക മരണത്തോടെ ജെഫ്രി ഡാമർ എന്ന സീരിയൽ കില്ലറിൻ്റെ പൈശാചിക ജീവിതത്തിന് തിരശ്ശീല വീഴുന്നു. പക്ഷെ അത് ഡാമർ സാഹിത്യത്തിൻ്റെയും ഡാമർ എഫക്റ്റിൻ്റെയും തുടക്കം മാത്രമായിരുന്നു. ഡാമറിൽ നിന്ന് അയാളുടെ ഇരകളെ രക്ഷിക്കുന്ന കാര്യത്തിൽ മിൽവാക്കി പോലീസ് പ്രകടിപ്പിച്ച കെടുകാര്യസ്ഥത നിശ്ചിതമായി തന്നെ വിമർശിക്കപ്പെട്ടു. ആ നഗരത്തിൻ്റെ പോലീസിംഗ് സിസ്റ്റത്തിൽ തന്നെ ഈ കേസ് കാര്യമായ പരിഷ്കാരങ്ങൾക്ക് കാരണമായി. ജെഫ്രി ഡാമർ എന്ന കാവാലികനെ കുറിച്ച് അവിടുന്ന് അങ്ങോട്ട് ഡസൻ കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നിരവധി ടെലിവിഷൻ ഷോകളിൽ ഡാമർ കേസ് ഇഴകീറി വിശകലനം ചെയ്യപ്പെട്ടു. എന്തിന് നെറ്റ്ഫ്ലിക്സിൽ ജെഫ്രി ഡാമറെ കുറിച്ച് ഏറെ ജനപ്രിയമായൊരു ഡോക്യുമെന്ററി പോലും നിർമ്മിക്കപ്പെട്ടു. സൈബർ സ്പേസിൽ സീരിയൽ കില്ലർമാർക്ക് വല്ലാത്തൊരു ജനപ്രിയത കൈവരുന്ന, അവരിൽ പലരും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന അസംബന്ധ ജടിലമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് നിലവിലുള്ളത്. ഇനിയാണ് ഈ ലക്കത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ജെഫ്രി ഡാമർ എന്ന മനുഷ്യൻ എന്തിനാണ് ഇക്കണ്ട കൊലപാതകങ്ങളും മറ്റ് ലൈംഗിക വൈകൃതങ്ങളുമൊക്കെ പ്രവർത്തിച്ചത്? ഇക്കാര്യത്തിൽ നമുക്ക് വേണ്ടത് വളരെ കൃത്യമായ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ശാസ്ത്രീയ വിശകലനമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവരിൽ പലരും അറിയാതെ ചെന്ന് വീണുപോകുന്ന ഒരു കെണിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കെണി വെച്ചത് ഫാദർ ഓഫ് ക്രിമിനോളജി എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുള്ള സെസാർ ലോംബ്രോസോ ആണ്. 1876 പ്രസിദ്ധീകരിച്ച തൻ്റെ ദ ക്രിമിനൽ മാൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ക്രിമിനൽസ് ആർ ബോൺ നോട്ട് മെയ്ഡ് എന്നാണ്. അതായത് ആരും ആരെയും കുറ്റവാളികളാക്കുന്നതല്ല, മറിച്ച് കുറ്റവാസന എന്നത് ജന്മനാൽ കിട്ടുന്ന ഒന്നാണ് എന്ന്. മനുഷ്യൻ്റെ ബാഹ്യമായിട്ടുള്ള ചില രൂപസവിശേഷതകൾ, ഉദാഹരണത്തിന് ചെരിഞ്ഞ നെറ്റിത്തടം അല്ലെങ്കിൽ അസിമെട്രിക്കലായിട്ടുള്ള മുഖം, ഇങ്ങനെയൊക്കെയുള്ള ചില ശാരീരിക ലക്ഷണങ്ങൾ ഒരാൾ കുറ്റവാളിയാണ് എന്നതിൻ്റെ സൂചകങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ക്രിമിനോളജി എന്ന ശാസ്ത്രശാഖ ഉരുവപ്പെട്ടു വന്ന കാലത്ത് അതിൻ്റെ ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഈ ലോംബ്രോഷ്യൻ തിയറി. ഇന്നത്തെ കാലത്ത് നിയോ ലോംബ്രോഷ്യൻ സിദ്ധാന്തങ്ങളുടെ രൂപത്തിൽ ആ കാലഹരണപ്പെട്ട ആശയം പുതിയ കുപ്പിയിൽ പലരും ഇറക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നത് തലയോട്ടിയുടെ ആകൃതി, മുഖത്തിന് ഡീഫോർമേഷൻ എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ സൂചകങ്ങൾ ബ്രെയിൻ സ്കാനുകൾ, ജനറ്റിക് മാർക്കറുകൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് എന്നൊക്കെയുള്ള ആധുനിക ജാർഗനുകളാണ്. ഉദാഹരണത്തിന് എഡ്രിയൻ റെയ്നെ പോലെയുള്ള ചില ഗവേഷകർ അക്രമാസക്തിയുടെ അടിവേരുകൾ ചികഞ്ഞുറപ്പിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് ന്യൂറോ ഇമേജിംഗ്, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്നിങ്ങനെയുള്ള ചില സാങ്കേതിക വിദ്യകളെയാണ്. ചുരുക്കത്തിൽ ഇവർ, ഈ നിയോ ലോംബ്രോഷ്യൻ തിയറിസ്റ്റുകൾ, മനുഷ്യൻ്റെ അക്രമ സ്വഭാവം എന്നത് കേവലം ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം മാത്രമാണ് എന്ന് ലഘൂകരിച്ച് കളയാറുണ്ട്. എന്നാൽ ജെഫ്രി ഡാമറിൻ്റെ കേസ് നമ്മൾ വിചാരിക്കും പോലെ അത്രയ്ക്ക് ഷാലോ ആയിട്ടുള്ള ഒന്നല്ല. അതിന് വേണ്ടി വരിക ആധുനിക മനഃശാസ്ത്രത്തിൽ ഇന്ന് പ്രാക്ടീസിലുള്ള ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ തന്നെയാണ്. മനുഷ്യപ്രകൃതം എന്ന് പറയുന്നത് 3 പ്രധാന ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ് എന്ന് ഈ മോഡൽ പറയും. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫാക്ടറുകളാണ് ഈ 3 നിർണായക ഘടകങ്ങൾ. ജെഫ്രി ഡാമറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ, ഇമോഷണൽ നെഗ്ലക്റ്റ്, അൺറിസോൾവ്ഡ് ട്രോമ, മെൻ്റൽ ഇൽനെസ്, സൈക്കോളജിക്കൽ പെയിൻ എന്നിങ്ങനെ പലതിൻ്റെയും ഒരു ടോക്സിക് ബ്ലെൻഡാണ് ഈ മനുഷ്യനിൽ അക്രമത്തിന് കാരണമായത് എന്ന് നമുക്ക് കാണാം.
അയാളിൽ പുറമേക്ക് പ്രകടമായിട്ട് കണ്ടിരുന്ന ആൽക്കഹോളിസം അഥവാ മദ്യാസക്തി ഒരിക്കലും അയാളുടെ ദുശ്ശീലം മാത്രമായിരുന്നില്ല, മറിച്ച് അയാളുടെ മനസ്സിനെ മഥിക്കുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള അയാളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറികളിൽ ഊന്നിയിട്ടുള്ള വിശകലനത്തിനെ നമ്മൾ സൈക്കോ അനാലിസിസ് എന്ന് പറയും. അത് പറയുന്നത് ആദ്യകാല ജീവിതത്തിലെ അബോധാവസ്ഥയിലുള്ള സംഘർഷങ്ങൾ ഭാവിയിലെ നമ്മുടെ പെരുമാറ്റത്തെ പരുവപ്പെടുത്തുന്നതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ്. ഫ്രോയിഡ് പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കോൺഫ്ലിക്റ്റുകളാണ് നമ്മുടെ ഭാവി പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുക എന്നാണ്. ദ ഈഗോ ആൻഡ് ദ ഇഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് എന്നാണ്. നമ്മുടെ പ്രൈമൽ അർജുകളെ നിയന്ത്രിക്കുന്ന ഇഡ്, റിയാലിറ്റിയിൽ റൂട്ടഡ് ആയിട്ടുള്ള ഈഗോ, നമ്മുടെ മൊറാലിറ്റിയെ സ്വാധീനിക്കുന്ന സൂപ്പർ ഈഗോ എന്നിവയാണ് ആ 3 എണ്ണം. 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ നിരന്തരം പരസ്പരം സമ്മതിക്കുന്ന ഒന്നായിട്ട് നിങ്ങളുടെ മനസ്സിനെ സങ്കല്പിക്കുക. ഇത് 3ഉം നിങ്ങളെ 3 വഴിക്ക് പിടിച്ചു വലിക്കും. ഇഡ് എന്ന് പറയുന്ന ഘടകം സത്യത്തിൽ ഒരു കുട്ടിയെ പോലെയാണ്. വേണമെന്ന് പറഞ്ഞാൽ അതിനപ്പോൾ തന്നെ വേണം. എന്തെന്നോ എത്രയെന്നോ ഏതെന്നോ എവിടെ നിന്നെന്നോ അതിനറിയണ്ട. മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനകളായിട്ടുള്ള വിശപ്പ്, കാമം, ആഹ്ലാദം, ദേഷ്യം എന്നിങ്ങനെയുള്ള സംഗതികൾക്ക് സമൂഹത്തിൻ്റെ നിയമങ്ങളൊന്നും തന്നെ ബാധകമാവില്ല. എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണമെന്ന് അത് അലമുറയിട്ട് കരഞ്ഞു കളയും. ഈ ഇഡിന് തൊട്ടു പിന്നാലെയാകും സൂപ്പർ ഈഗോ ഉണർന്ന് പ്രവർത്തിക്കുക. സൂപ്പർ ഈഗോ ഒരു റൂൾ മേക്കറാണ്. നമ്മുടെ വോയിസ് ഓഫ് ഗിൽട്ട്, കൺഷ്യൻസ്, ഹൈ സ്റ്റാൻഡേർഡ്സ് എന്നിങ്ങനെ പലതും സെറ്റ് ചെയ്യുന്നത് സൂപ്പർ ഈഗോയാണ്. തെറ്റ് കണ്ടാൽ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു കളയും. തിരുത്താൻ നമ്മളോട് ആവശ്യപ്പെടും. ഏതാണ്ട് എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ നിർബന്ധിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. ഇതിന് രണ്ടിനും നടുക്കായിട്ടാണ് ഈഗോ നിൽക്കുക. അത് നമ്മുടെ നെഗോഷിയേറ്റർ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഡിൻ്റെ നിലവിളിയും സൂപ്പർ ഈഗോയുടെ ശകാരങ്ങളുമൊക്കെ അത് സശ്രദ്ധം കേൾക്കും. രണ്ടും വിലയിരുത്തിയ ശേഷം ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈഗോ ശ്രമിക്കും. മനുഷ്യ മനസ്സിലെ ഈ 3 ശക്തികൾ, ദ വൈൽഡ് ഇഡ്, ദ മോറൽ സൂപ്പർ ഈഗോ ആൻഡ് ദ റിയലിസ്റ്റിക് ഈഗോ, ഇവ 3ഉമാണ് നമ്മുടെ ഓരോ നിമിഷത്തെയും ചിന്തകളെ, തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ജെഫ്രി ഡാമറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഡ് എന്ന ഫോഴ്സാണ് സുപ്രീം പവർ. ഈഗോ പരമ ദുർബലമാണ്. സൂപ്പർ ഈഗോ എന്നൊരു സംഗതി തന്നെ അയാൾക്കില്ല. അതായത് അയാളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളാണ് എല്ലാ കാലത്തും അയാൾ ഭരിച്ചിട്ടുള്ളത്. ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള യാതൊരുവിധ ആശങ്കകളെയും അയാളുടെ തലച്ചോറിന് പ്രോസസ്സ് ചെയ്യാനാവുകയില്ല. ഇത്ര നേരം പറഞ്ഞത് ഫ്രോയിഡൻ സൈക്കോ അനാലിസിസ് ആണ്. ഫ്രോയിഡിന് ആൽഫ്രഡ് ആഡ്ലർ എന്ന പേരിൽ ഒരു ശിഷ്യനും സഹപ്രവർത്തകനും കൂടി ഉണ്ടായിരുന്നു. കാര്യം ഫ്രോയിഡിൻ്റെ പിന്മുറക്കാരനൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പാത തികച്ചും വ്യത്യസ്തമായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകത്തിൽ എല്ലാ മനുഷ്യ പെരുമാറ്റങ്ങളുടെയും കാതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അഥവാ അപകർഷകതാ ബോധമാണെന്ന് ആഡ്ലർ വാദിക്കുന്നുണ്ട്. തികഞ്ഞ പരാശ്രയത്വത്തോടെ ഏറെ ദുർബലരായിട്ടാണ് മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിച്ചു തുടങ്ങുക. ഇനി എത്രയൊക്കെ കരുത്താർജിച്ചു എന്ന് പറഞ്ഞാലും ആരംഭത്തിലെ ആ ഇൻഫീരിയർ ഫീലിംഗ് പൂർണ്ണമായും നമ്മൾ വിട്ടു പോകാറില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പല വഴിക്ക് ആ അപകർഷത ബോധത്തെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കും. ചിലർ സഹജീവികളോട് സഹതാപവും കരുണയും കാണിക്കും. മറ്റു ചിലർ സർഗപ്രക്രിയകളിൽ ഏർപ്പെടും. എന്തെങ്കിലുമൊക്കെ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ചുരുക്കം ചിലർ തിരഞ്ഞെടുക്കുന്ന അതിജീവന പാത വളരെ ഡാർക്കായിരിക്കും. ആഡ്ലർ കുറ്റകൃത്യത്തെ കാണുന്നത് വെറുമൊരു ആഗ്രഹപൂർത്തി എന്ന നിലയ്ക്ക് മാത്രമല്ല, അത് ആ വ്യക്തി അവനവന് നൽകുന്ന ഒരു കോമ്പൻസേറ്ററി മെഷർ കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളെ അദൃശ്യർ എന്ന പോലെ അവഗണിക്കുന്ന ഈ ലോകത്തിനു മുന്നിൽ ആത്മാഭിമാനത്തെ വീണ്ടെടുക്കാൻ നടത്തപ്പെടുന്ന വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പരിശ്രമം. ആ ഒരു യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഡാമർ സ്വന്തം കാമപൂരണത്തിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ താൻ പവർലെസ് ആണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ചുറ്റുമുള്ള എന്തിനേയും ഏതിനേയും നിയന്ത്രിക്കാനാണ് അയാൾ ശ്രമിച്ചത്. തനിക്ക് ഇഷ്ടം തോന്നിയവരെ ഇമോഷണൽ ആയിട്ടുള്ള സജഷനുകൾ കൊണ്ട് പിടിച്ചു വെക്കാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയൊരു സിദ്ധി തനിക്കില്ല എന്ന തോന്നലും അയാളിൽ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് അയാൾ ഫിസിക്കലായിട്ട് അവരെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അത് പക്ഷേ അയാളുടെ ശക്തി പ്രകടനം എന്നതിനേക്കാൾ ഉപരി തിരസ്കാര ഭയത്തിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് വേണം നമ്മൾ കാണാൻ. ജെഫ്രി ഡാമർ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം കോടതി അയാളുടെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി വിശദമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 7 എക്സ്പെർട്ട് വിറ്റ്നസ്സുകളെയാണ് അന്ന് അതിനുവേണ്ടി കോടതി നിയോഗിക്കുന്നത്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചത് ഡാമർ ലീഗലി സെയിൻ ആണ് എന്നാണ്. അതായത് അയാൾക്ക് ചിത്തഭ്രമത്തിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല, താൻ ചെയ്യുന്നത് എന്താണ് എന്ന തികഞ്ഞ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇങ്ങനെയൊരു ബോധ്യം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സൈക്കോളജിക്കലി ഡാമർ ഒട്ടും നോർമൽ അല്ലായിരുന്നു. അയാൾക്ക് നെക്രോഫീലിയ അഥവാ മൃതദേഹങ്ങളോടുള്ള ലൈംഗിക ആകർഷണം എന്ന ഗുരുതരമായിട്ടുള്ള മാനസിക വൈകൃതം ഉള്ളതായും വിദഗ്ധർ രേഖപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ സാഡിസം, ഒബ്സഷൻ, ഫെറ്റിഷിസം, സാമൂഹിക വിരുദ്ധ സ്വഭാവം എന്നിവയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന മിക്സഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും ഡാമർ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് സോളമൻ എം ഫുള്ളറോയും ലോറൻസ് റൈറ്റ്സ്മാനും ചേർന്നെഴുതിയ ഫോറൻസിക് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിലും പരാമർശങ്ങളുണ്ട്. ഇത്രയൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നിട്ടും കോടതിയുടെ മുന്നിൽ അയാൾ ടെമ്പററി ഇൻസാനിറ്റി എന്ന നിർവചനത്തിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. കോടതി കണ്ടെത്തിയത് ജെഫ്രി ഡാമർ എന്ന വ്യക്തി ഒരിക്കലും ഡെലൂഷണൽ ആയിരുന്നില്ല, ഹാലൂസിനേറ്റിംഗ് ആയിരുന്നില്ല എന്നാണ്. അയാൾ നിമിഷ നേരത്തേക്കെങ്കിലും ആവേശിച്ച ഒരു ഭ്രാന്തിൻ്റെ പുറത്തൊന്നുമല്ല ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് എന്നാണ്. വളരെ കാമായിട്ട്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, അതായത് ഒരു വിഭ്രാന്തി പുറത്തുമല്ല, തൻ്റെ ഫാൻറ്റസികളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. ക്രിമിനോളജിസ്റ്റുകളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹി വാസ് എ നോൺ സോഷ്യൽ ലെസ്റ്റ് മർഡറർ. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ അത് ചെയ്യാൻ തന്നെ തുനിഞ്ഞിറങ്ങി. ആദ്യത്തെ കൊലപാതകം പക്ഷേ അങ്ങനെ നിമിഷ നേരത്തെ കോപത്തിൽ നിന്നോ അല്ലെങ്കിൽ ലൈംഗിക ചോദനയുടെ പുറത്തോ ഒന്നുമല്ല നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനം വളരെ ലളിതമായിരുന്നു. വെറും ഭയം, താൻ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. ജെഫ്രി ഡാമർ എന്ന യുവാവ് ജീവിച്ചിരുന്ന കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ താനൊരു സ്വർഗാനുരാഗിയാണ് എന്ന സത്യം വെളിപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ സമൂഹവുമായിട്ടുള്ള അയാളുടെ ബന്ധങ്ങൾ അറ്റുപോകുന്നു. ഒരു തരത്തിലുള്ള ആത്മാവിഷ്കാരങ്ങളും അയാളിൽ നിന്ന് പിന്നീട് വരാതെയായി. ആ ഒരു ഐസൊലേഷനിൽ നിന്നാണ് അയാളിൽ 100% സബ്മിസീവ് ആയിട്ടുള്ള, തന്നെ ഒരിക്കലും കളഞ്ഞിട്ട് പോകാത്ത ഒരു പാർട്ട്ണർ എന്ന ഫാൻറ്റസി ഉണ്ടായി വരുന്നത്. അവിടെയാണ് മറ്റു പുരുഷന്മാരെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള അയാളുടെ ത്വര ഉണ്ടാവുന്നത്. അത് പക്ഷേ അയാളുടെ അധികാര പ്രകടനമല്ലായിരുന്നു, ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടുള്ള ഡിഫൻസ് മെക്കാനിസമായിരുന്നു. 1978 18 വയസ്സുള്ള സ്റ്റീഫൻ ഹിക്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ കൊല്ലുക എന്നത് ഡാമറിൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പനേരം കഴിഞ്ഞ് ഹിക്സ് തനിക്ക് തിരിച്ചു പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ സത്യത്തിൽ ഡാമർ പരിഭ്രമിക്കുകയാണ്. അതും കോപമല്ല അയാൾക്കപ്പോൾ വരുന്നത്, അടക്കാനാവാത്ത ഭയമാണ്. ഡാമർ അപ്പോൾ അക്രമം പ്രവർത്തിച്ചത് ദേഷ്യത്തിൻ്റെ പുറത്തല്ല, അയാളുടെ ഭയത്തിൻ്റെ പുറത്താണ്. ഐ ഡിഡ് നോട്ട് വാണ്ട് ഹിം ടു ലീവ് എന്ന് പിന്നീട് ജയിലിൽ വെച്ച് നൽകിയ ഒരു അഭിമുഖത്തിൽ അയാൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ സ്നേഹിതൻ അത്രയും നേരം തന്നോടൊപ്പം ഇരുന്ന് മദ്യപിക്കുകയും മരിജുവാന പുകയ്ക്കുകയും ചെയ്തുകൊണ്ട് തനിക്ക് സന്തോഷം പകർന്നു തന്ന ആ യുവാവ് ആ നിമിഷം ആ വീട്ടിൽ തന്നെ തനിച്ചാക്കി പൊയ്ക്കളയുമോ എന്ന ഭയം ഡാമർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആ ഭയത്തിൻ്റെ പുറത്താണ് ഇയാളിങ്ങനെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഡാമർ കയ്യിൽ കെട്ടിയ ഡമ്പലെടുത്ത് അപ്പോൾ ഹിക്സിൻ്റെ തലയ്ക്കടിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് സത്യത്തിൽ പണി പാളുന്നത്. അങ്ങനെ ഹിക്സിൻ്റെ തലയ്ക്ക് അടിച്ചപ്പോൾ ഡാമറിന് അനുഭവപ്പെട്ട വികാരം ആശ്വാസമല്ലായിരുന്നു, സംതൃപ്തിയായിരുന്നു. ശരീരം വെട്ടിനുറുക്കി ചില ഭാഗങ്ങളെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ അയാൾക്ക് കാര്യമായിട്ടുള്ള ലൈംഗിക ഉത്തേജനവും കിട്ടുന്നുണ്ട്. ഒപ്പം ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നെക്രോഫീലിയും കാനിബോളിസം അടക്കമുള്ള സകല ഫാൻറ്റസികളും അയാൾ നടപ്പിലാക്കുന്നു. ക്രിമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിൽ ജെഫ്രി ഡാമറും പിന്തുടരുന്നത് മറ്റേതൊരു സീരിയൽ കില്ലർമാരും ചെയ്യുന്ന ക്ലാസിക് എസ്കലേഷൻ പാറ്റേൺ തന്നെയാണ്. ആദ്യത്തെ കൊലപാതകം തികച്ചും അൺപ്ലാൻഡ് ആയിരുന്നുവെങ്കിൽ പിന്നീടുള്ളതൊക്കെ തന്നെ റിച്വലൈസ്ഡ്, പ്ലാൻഡ് ആൻഡ് മെത്തഡോളജിക്കലായിട്ടാണ് അയാൾ നടപ്പിലാക്കുന്നത്. ആദ്യമൊക്കെ ഒരാളെ കൊല്ലുക, അയാളുടെ മൃതദേഹം സമയമെടുത്ത് ഡിസ്മെമ്പർ ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു രീതിയെങ്കിൽ 1991 ആയപ്പോഴേക്കും അയാളുടെ മർഡർ കൗണ്ട് വല്ലാതെ വർദ്ധിക്കുന്നു. ക്രിമിനോളജിസ്റ്റുകൾക്കിടയിൽ സിഗ്നേച്ചർ സ്റ്റൈൽ എന്നൊരു സങ്കല്പമുണ്ട്. ഒരു സീരിയൽ കില്ലർ നടത്തുന്ന ഓരോ കൊലപാതകത്തിലും അയാളുടേതായിട്ടുള്ളൊരു മുദ്ര കാണും. ഡാമറിൻ്റെ കാര്യത്തിൽ അത് കൺട്രോൾ ത്രൂ സൈലൻസ് എന്നതായിരുന്നു. ഡാമർ അയാളുടെ ഒരു ഇരയോട് പോലും ഒച്ച വയ്ക്കുന്നില്ല, അയാളുടെ ഒരു ഇര പോലും നിലവിളിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യുന്നില്ല. അയാൾക്ക് പാളിപ്പോയ അവസാനത്തെ കേസിലൊഴിച്ച് താൻ ആഗ്രഹിക്കുന്ന പോലെ പരിപൂർണ വിധേയരായി, മറിച്ചൊരു വിയോജിപ്പ് പോലും പ്രകടിപ്പിക്കാതെ താൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം തൻ്റെ കൂടത്തിന് ഉണ്ടാകുന്ന ഐഡിയൽ ഇണകളാക്കി മാറ്റാൻ വേണ്ടിയാണ് ഡാമർ ഓരോരുത്തരെയും കൊന്നുകളഞ്ഞത്. ഓരോ കൊലപാതകവും ഡാമറിന് വിചിത്രമായിട്ടുള്ളൊരു ആശ്വാസവും പകരുന്നു. എന്നാൽ അതേസമയം ഓരോ കൊലപാതകവും അയാളിൽ അസാമാന്യമായിട്ടുള്ള കുറ്റബോധവും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നത് മൂക്കറ്റം മദ്യപിക്കുകയാണ്. പലപ്പോഴും ഒരു കൊലപാതകവും നടത്താതെ ആഴ്ചകൾ കഴിച്ചുകൂട്ടാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഏതൊരു ക്ലാസിക് അഡിക്റ്റിനെയും പോലെ കൊന്നുകൊണ്ട് ആളുകളെ നിയന്ത്രിച്ച് കൂടെ നിർത്തുന്നതിലുള്ള ലഹരി അയാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും ആവേശിക്കും. അപ്പോൾ അയാൾ അതിന് വശംവദനാവുകയും ചെയ്യും. ആ നിമിഷം വീണ്ടും അടുത്ത ഇരയെ തേടി അയാൾ ഇറങ്ങി പുറപ്പെടും. ജെഫ്രി ഡാമർ എന്ന സീരിയൽ കില്ലർ തൻ്റെ വിചിത്രമായ ഫാൻറ്റസികൾക്ക് ഇരയാക്കി കൊന്നുകളഞ്ഞിട്ടുള്ളത് നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള 17 യുവാക്കളെയാണ്. അതിൽ ഏറ്റവും ചെറുപ്പം കോൺട്രാക്ക് എന്ന 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കൗമാരക്കാരനാണ്.
അവനെ ഒരു സീരിയൽ കില്ലറിനും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കേണ്ട ചുമതല ആസ് എ റെസ്പോൺസിബിൾ സൊസൈറ്റി നമുക്കുണ്ടായിരുന്നു. അതിൽ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ജെഫ്രി ഡാമർ കേസ്. സത്യത്തിൽ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ ചില ജീർണാവസ്ഥകളെ പുറത്തു കൊണ്ടുവരിക കൂടിയാണ്. ഗേ ബാറുകളുടെ പരിസരത്തു നിന്നായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട യുവാക്കളുടെ തിരോധാനങ്ങളിൽ മിക്കതും എന്നത് പോലീസിനെ അതിൻ്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് അന്ന് നിരുത്സാഹപ്പെടുത്തി. അതുപോലെ അന്ന് കാണാതായവരിൽ പലരും ബ്ലാക്സ് ആയിരുന്നു. മിൽവാക്കി പോലീസിൻ്റെ റേസിസ്റ്റ് ആയിട്ടുള്ള നിലപാടും അന്വേഷണത്തെ ആ നിലയ്ക്കും തണുപ്പിക്കുന്നുണ്ട്. മക്കളെ കാണാതായ രക്ഷിതാക്കളുടെ പരിദേവനങ്ങളെ അവർ നിർദ്ദയം അവഗണിച്ചു കളയുന്നു. ഒടുവിൽ നാട്ടിലെ നിയമപാലകരുടെ കണ്ണു തുറന്ന് ആ കുറ്റവാളിയെ അവർ അറസ്റ്റ് ചെയ്തപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. ജെഫ്രി ഡാമറെ കുറിച്ചുള്ള ഈ വല്ലാത്തൊരു കഥയുടെ ലക്കത്തിൽ നിന്ന് നമുക്കുള്ള ടേക്ക് അവേ എന്താണ്? സീരിയൽ കില്ലർമാരെ കുറിച്ച് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താവും? ജെഫ്രി ഡാമർ എന്ന വ്യക്തി ജീവിച്ചിരുന്നത് നിങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിങ്ങളുടെ അയൽപക്കത്തായിരുന്നുവെങ്കിൽ നിങ്ങൾ അയാളെ ശ്രദ്ധിക്കുമായിരുന്നോ? ഇരകളുടെ നിലവിളികളും അലമുറകളും നിങ്ങളുടെ കാതിൽ വന്നു വീഴുമായിരുന്നോ? അടുത്ത ഫ്ലാറ്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മൂക്കും പൊത്തി നടന്നു പോകുമോ? അതോ നിങ്ങൾ അതിനോട് പ്രതികരിക്കുമോ? ഇങ്ങനൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം ജെഫ്രി ഡാമറെ പോലെയുള്ള സാത്താന്മാർ കടന്നു വരുന്നതിന് മുമ്പ് അപായമണികൾ മുഴങ്ങാറില്ല. അവർ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സമീപിക്കുക ആരെയും മയക്കുന്ന ഏറെ നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന പുഞ്ചിരികളും കൊണ്ടാവും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.